complex plane, and we have constructed a bijection between the extended complex plane and the points on a sphere. പിന്നെ നമ്മൾ ലിമിറ്റ്സ് ഇൻവോൾവിങ് ദ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ലിമിറ്റ്സ് ഇൻവോൾവിങ് പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് z goes to a finite complex number z0. Then the corresponding function f of z goes to infinity. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒന്നാമത്തെ കേസ്. പിന്നീട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് f of z goes to a finite number w0 as z goes to infinity. ഇങ്ങനെയുള്ള രണ്ട് കേസുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. If z0 is a complex number, then we say that limit z tends to z0 f of z is equal to infinity if for epsilon greater than 0 there exists delta greater than 0 such that whenever 0 less than absolute value of z minus z0 less than delta, then modulus of f of z is greater than 1 by epsilon. എന്ന് വെച്ചാൽ as z becomes more and more closer to z0, f of z is going to infinity. f of z ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയാൻ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു പോയിൻ്റ് അല്ല. അപ്പോൾ എന്താണ് എഫ് ഓഫ് സെഡ് ഗോസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് ഫോർ എ ഫിക്സഡ് സെഡ്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന പോയിൻ്റ് ഒറിജിനുമായിട്ടുണ്ടാക്കുന്ന ഡിസ്റ്റൻസ്, അതാണ് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. ആസ് z moves more and more closer to z0, f of z is going away from the origin. ഒറിജിനിൽ നിന്ന് എഫ് ഓഫ് സെഡിലേക്കുള്ള അകലം കൂടി 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 വരികയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് ബിക്കമിങ് ലാർജർ ആൻഡ് ലാർജർ. അതാണ് നമ്മളിവിടെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. സപ്പോസ് എപ്സിലൺ ഈസ് എ പോസിറ്റീവ് നമ്പർ. എപ്സിലൺ നമുക്ക് എത്ര വേണമെങ്കിലും ചെറുതായിട്ട് എടുക്കാൻ പറ്റും. എപ്സിലൺ നമ്മൾ എത്രത്തോളം ചെറുതായിട്ട് എടുക്കുന്നോ അത്രത്തോളം വലുതായിരിക്കും 1 by എപ്സിലൺ എന്ന് പറയുന്നത്. എപ്സിലൺ സീറോയിൻ്റെ അടുത്തേക്ക് വരും തോറും 1 by എപ്സിലൺ വിൽ ബിക്കം ലാർജർ ആൻഡ് ലാർജർ. സോ കറസ്പോണ്ടിങ് ടു എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് whenever distance between z and z0 is negligible, distance between z and z0 is less than delta, then modulus of f of z is very large. Modulus of f of z is greater than 1 by epsilon. So ഇതാണ് ലിമിറ്റ് z tends to z0 f of z equal to infinity എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. Now ഈ ലിമിറ്റ് ഇൻവോൾവിങ് ഇൻഫിനിറ്റി നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പരിചയമുള്ള ഫോർമാറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് ദർ ഈസ് നോ ഇൻഫിനിറ്റി മീൻസ് z എവിടേക്ക് ടെൻഡ് ചെയ്യുന്നു അതൊരു ഫൈനൈറ്റ് നമ്പറിലേക്ക്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ ടെൻഡ് ചെയ്യുന്നതും ഒരു ഫൈനൈറ്റ് നമ്പറിലേക്ക്. ആ രീതിയിലേക്ക് നമ്മൾ ഈ ഡെഫിനിഷനെ ഒന്ന് മാറ്റിയെടുക്കാൻ പോവുകയാണ്. സോ സീ ദിസ് റിസൾട്ട്. ഇഫ് z0 ഈസ് എ കോംപ്ലക്സ് നമ്പർ, ദെൻ limit z tends to z0 f of z is equal to infinity if and only if limit z tends to z0 1 by f of z is equal to 0. അതായത് z z0ലേക്ക് പോകും തോറും എഫ് ഓഫ് സെഡ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിന് ഈക്വാലൻ്റ് ആണ് എഫ് ഓഫ് സെഡിൻ്റെ റെസിപ്രോക്കൽ 1 by എഫ് ഓഫ് സെഡ് ഗോസ് ടു 0 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ പുതിയ എക്സ്പ്രഷനിൽ z z0ലേക്ക് പോകുന്നു. z0 ഈസ് എ ഫിക്സഡ് കോംപ്ലക്സ് നമ്പർ. 1 by എഫ് ഓഫ് സെഡിൻ്റെ ലിമിറ്റായിട്ട് വരുന്നത് 0 ആണ്. സോ ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി ഒന്നുമില്ല. ഇൻഫിനിറ്റി ഇല്ലാത്ത ലിമിറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സോ നമുക്ക് ഈ രണ്ട് ഡെഫിനിഷൻസും അല്ലെങ്കിൽ ഈ രണ്ട് കൺസെപ്റ്റ്സും ഈക്വാലൻ്റ് ആണ് എന്നൊന്ന് പ്രൂവ് ചെയ്യാം. അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യാണ് ലിമിറ്റ് z ടെൻസ് ടു z0 1 by f of z is equal to 0. ദെൻ ഈ
1 by f of z എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. സപ്പോസ് ഇറ്റ് ഇസ് ലെറ്റ്സ് കോൾ ഇറ്റ് g of z. സോ ഇവിടെ നമ്മളോട് പറയുന്നത് z tends to z0 g of z is equal to 0. So by definition of limit, for epsilon greater than 0, there exists a delta greater than 0 such that whenever 0 less than mod z minus z0 less than delta, absolute value of g of z minus 0 means 1 by f of z minus 0 is less than epsilon. Now ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഇതാണ് 1 by f of z. Modulus of 1 by f of z is less than epsilon. So from here we get 1 divided by mod f of z is less than epsilon. If we take reciprocal on both sides, we will get modulus of f of z is greater than 1 by epsilon. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ബാക്കി ഒന്നും വ്യത്യാസമില്ല. For every epsilon there exists a delta such that whenever z is in the delta neighborhood of z0, modulus of f of z is greater than 1 by epsilon. And ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് ലിമിറ്റ് z tends to z0 f of z is equal to infinity എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ്. സോ there is a typing error here. Limit z tends to z0 f of z is equal to infinity. So these two definitions or these two concepts are equivalent. അടുത്തതായിട്ട് നമ്മൾ z ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ ഒരു ഫൈനൈറ്റ് ലിമിറ്റ് ഉണ്ടാവുന്ന കേസാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ let w0 be a complex number. We say that limit z tends to infinity f of z is equal to w0 if for each epsilon greater than 0 there exists some delta greater than 0 such that whenever mod z is greater than 1 by delta, modulus of f of z minus w0 is less than epsilon. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് as z goes to infinity, f of z goes to w0. f of z goes to w0 means the distance between f of z and w0 can be made arbitrarily small. So we can make absolute value of f of z minus w0 less than epsilon for any epsilon greater than 0 whenever z is away from the origin, sufficiently away from the origin. So means modulus of z is sufficiently large. Whenever modulus of z is sufficiently large, we can make this absolute value of f of z minus w0 arbitrarily small. So ഇവിടെ നമ്മൾ പറയുകയാണ് for epsilon greater than 0 there exists some small delta greater than 0 such that when delta is small 1 by delta is very large. So whenever modulus of z is greater than this 1 by delta, modulus of f of z minus w0 will be less than epsilon. ഇവിടെയും നമ്മൾ ലിമിറ്റ് z tends to infinity f of z equal to w0 എന്നുള്ള ആ ലിമിറ്റിനെ ലിമിറ്റ് ഇൻവോൾവ് ചെയ്യാത്ത രീതിയിലൊന്ന് മാറ്റി എഴുതാൻ പോവാണ്. സോ സീ ദിസ് റിസൾട്ട്. Let w0 be a complex number, then limit z tends to infinity f of z is equal to w0 if and only if limit z tends to 0 f of 1 by z is equal to w0. So z ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതും അതിൻ്റെ റെസിപ്രോക്കൽ സീറോയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതും ഈക്വൽ ആണ്. സോ വി റീപ്ലേസ് z by 1 by z. ദെൻ നമുക്ക് z ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിന് പകരം z സീറോയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ മതി. ബിക്കോസ് ആസ് z ഗോസ് ടു 0 1 by z വിൽ ഗോ ടു ഇൻഫിനിറ്റി. സോ
സോ നമുക്ക് ഇവർ രണ്ടുപേരും ഈക്വാലൻ്റ് ആണ് എന്നൊന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി വി ആർ അസ്യൂമിങ് ദാറ്റ് ലിമിറ്റ് z ടെൻസ് ടു 0 f of 1 by z is equal to w0. ദെൻ ഇവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇൻഫിനിറ്റി ഒന്നും ഇൻവോൾവ് ആയിട്ടില്ല. ആസ് യൂഷ്വൽ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് പറയാം, ഫോർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that whenever 0 less than mod z minus z0, so mod z minus 0 less than delta modulus of f of 1 by z minus w0 is less than epsilon. So ഇവിടെ നമുക്ക് mod z ലെസ് ദാൻ ഡെൽറ്റ എന്നാണ്, വെനെവർ മോഡ് സെഡ് ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 1 ബൈ മോഡ് സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ 1 ബൈ ഡെൽറ്റ. സോ വി ക്യാൻ റൈറ്റ് ഫോർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് വെനെവർ മോഡുലസ് ഓഫ് 1 ബൈ സെഡ് ഇസ് ഗ്രേറ്റർ ദാൻ 1 ബൈ ഡെൽറ്റ mod f of 1 by z minus w0 is less than epsilon. സോ ഈ സ്റ്റെപ്പിൽ ആകെ ചേഞ്ച് ഉള്ളത് ഈ ഒരു പോർഷനിൽ മാത്രമാണ്, വേറൊരു ചേഞ്ചും ഇവിടെ ഇല്ല. നൗ z എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. നമ്മളൊരു ചേഞ്ച് ഓഫ് വേരിയബിൾ കൊടുക്കുകയാണ്. വി വിൽ റീപ്ലേസ് 1 by z by z. എവിടെയൊക്കെ 1 by z ഉണ്ടോ അതിനൊക്കെ പകരം നമ്മൾ z എന്ന് എഴുതുകയാണ്. ദെൻ വി ഗെറ്റ് ഫോർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that whenever mod z is greater than 1 by delta modulus of f of 1 by 1 by z means f of z minus w0 is less than epsilon. So we have for epsilon greater than 0 there exists delta greater than 0 such that whenever mod z is greater than 1 by delta modulus of f of z minus w0 is less than epsilon, which is the definition for limit z tends to infinity f of z equal to w0. Okay, so these two concepts are equivalent. Now we will move on to another result. ഇതുവരെ നമ്മൾ കണ്ടത് ഒന്നുകിൽ z ഒരു ഫൈനൈറ്റ് നമ്പറിലേക്ക് പോകുമ്പോൾ f of z ഒരു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ z ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് സെഡ് ഒരു ഫൈനൈറ്റ് നമ്പറിലേക്ക് പോകുന്നു. ഇനി ഇത് രണ്ടും ഇൻഫിനിറ്റി ആയാൽ എന്താണ് സംഭവിക്കുക? z ആസ് z ഗോസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെഡ് ഇസ് ഓൾസോ ഗോയിങ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെ വരുന്ന കേസ് ഇതാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് z ടെൻസ് ടു 0 1 by f of 1 by z is equal to 0. സോ നമ്മുടെ പുതിയ ലിമിറ്റിൽ ഇൻഫിനിറ്റി ഒന്നും ഇൻവോൾവ് ആയിട്ടില്ല. നമുക്ക് നോക്കാം ഈ രണ്ട് കാര്യവും ഈക്വാലൻ്റ് ആണ് എന്നുള്ളത്. ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി f of z is equal to infinity implies and implied by for epsilon greater than 0 there exists delta greater than 0 such that whenever mod z is sufficiently large mod f of z is also very large. So whenever mod z is greater than 1 by delta modulus of f of z is also greater than 1 by epsilon. Okay, now this implies and implied by for each epsilon greater than 0 there exists delta greater than 0 such that whenever mod z greater than 1 by delta implies and implied by 1 by mod z is less than delta, taking reciprocal on both sides. Similarly, if we take reciprocal here, we will get 1 by mod f of z is less than epsilon. So we have for epsilon greater than 0 there exists delta greater than 0 such that whenever 1 by mod z is less than delta 1 by mod f of z is less than epsilon. And this implies and implied by, we can write modulus of 1 by z as modulus of 1 by z minus 0.
Similarly, modulus of 1 by f of z can be written as modulus of 1 by f of z minus 0. No other changes here. ഇത് മാത്രമാണ് ഇവിടെ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റീപ്ലേസ് z by 1 by z or replace 1 by z by z. So, we will get for each epsilon greater than 0, there exists delta greater than 0 such that whenever mod z minus 0 is less than delta, modulus of 1 by f of 1 by z, 1 by f of 1 by z minus 0 is less than epsilon. Okay, that means limit z tends to 0, 1 by f of 1 by z is equal to 0. നമുക്കിനി ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് കാണാം. So the first example, show that limit z tends to minus 1, iz plus 3 divided by z plus 1 is equal to infinity. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇൻഫിനിറ്റി ഇൻവോൾവ് ആയിട്ടുള്ളൂ. z goes to a finite number minus 1 and f of z goes to infinity. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ f of z എന്ന് പറയുന്നത് this is iz plus 3 divided by z plus 1. ഇതാണ് f of z. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത 3 കേസിലെ ആദ്യത്തെ കേസാണ് ഇവിടെ വരുന്നത്. z goes to finite number and the function goes to infinity. So we know that limit z tends to z naught f of z is equal to infinity if and only if limit z tends to z naught 1 by f of z is equal to 0. So f of z is iz plus 3 divided by z plus 1. So this implies 1 by f of z is z plus 1 divided by iz plus 3. So we have to prove that limit z goes to minus 1, z plus 1 by iz plus 3 is equal to 0. സോ അതിന് ഈക്വാലൻ്റ് ആയിട്ട് നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. സോ ലിമിറ്റ് z ടെൻസ് ടു z നോട്ട് 1 ബൈ f ഓഫ് z ഇസ് ഹിയർ. ലിമിറ്റ് z ടെൻസ് ടു മൈനസ് 1, z പ്ലസ് 1 ബൈ iz പ്ലസ് 3. ഇവിടെ z പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. iz പ്ലസ് 3 ഈസ് അനദർ പോളിനോമിയൽ. സോ ആക്ച്വലി അവർ ഫംഗ്ഷൻ ഇസ് എ റാഷണൽ ഫംഗ്ഷൻ. ഒരു റാഷണൽ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലിമിറ്റ് z ടെൻസ് ടു z നോട്ട്. റാഷണൽ ഫംഗ്ഷനെ ഞാൻ r ഓഫ് z എന്ന് എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് നത്തിങ് ബട്ട് r ഓഫ് z നോട്ട് പ്രൊവൈഡഡ് ദ ഡിനോമിനേറ്റർ വിൽ നോട്ട് വാനിഷ് അറ്റ് z നോട്ട്. അതായത് ഇതിപ്പോൾ p ഓഫ് z ബൈ q ഓഫ് z ഫോമിലാണെങ്കിൽ q ഓഫ് z നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ വി ഹാവ് ദിസ്. സോ നമുക്ക് ഡയറക്റ്റ് സെഡിന് പകരം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ഒരു റിസൾട്ട് അറിയുന്നത് കൊണ്ട്. സോ -1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -i പ്ലസ് 3 വിച്ച് ഇസ് നത്തിങ് ബട്ട് 0. സോ ബൈ ദിസ് റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് limit of the given function is equal to infinity as z goes to -1. Now the next example, show that limit z goes to infinity 2z plus I by z plus 1 is equal to 2. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നത് ഒരു ഫൈനൈറ്റ് നമ്പറിനെയാണ്. പക്ഷേ z ഗോസ് ടു ഇൻഫിനിറ്റി. സോ ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ കേസാണ് ഇവിടെ വരുന്നത്. സോ വി നോ ദാറ്റ് ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി f ഓഫ് z is equal to w naught if and only if limit z tends to 0 f of 1 by z is equal to w naught. ഇവിടെ നമുക്ക് f of z എന്ന് പറയുന്ന ഫംഗ്ഷൻ f of z is 2z plus I by z plus 1. Then f of 1 by z is 2 by z plus I divided by 1 by z plus 1. Just replace z by 1 by z. This is same as 2 plus iz divided by z whole divided by 1 plus z
divided by z. So you can cancel the z. So what remains is 2 plus iz divided by 1 plus z. So limit z tends to 0, f of 1 by z എന്താണ് എന്ന് നമുക്ക് evaluate ചെയ്യാം. Limit z tends to 0, f of 1 by z is limit z tends to 0, 2 by z plus I by 1 by z plus 1, which is limit z tends to 0, 2 plus iz by 1 plus z. ഇതും ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ്, and the denominator will not vanish at z equal to 0. So we can just replace z by 0. 2 plus I0 by 1 plus 0, which is same as 2 by 1, 2. So since limit z tends to 0, f of 1 by z is 2, we can say that limit z tends to infinity, f of z is also equal to 2. So we have limit z tends to infinity, 2z plus I divided by z plus 1 is equal to 2. Now let's see one more example. Show that limit z tends to infinity, 2z cube minus 1 divided by z square plus 1 is equal to infinity. ഇവിടെ z goes to infinity and f of z is also going to infinity. Means we are നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്തതിലെ മൂന്നാമത്തെ കേസാണ് ഇവിടെ വരുന്നത്. So limit z tends to infinity, f of z is equal to infinity if and only if limit z tends to 0, 1 by f of 1 by z is equal to 0. ഇവിടെ f of z is 2z cube minus 1 divided by z square plus 1. So 1 by f of z is z square plus 1 by 2z cube minus 1. ഇനി ഇതിൽ നമ്മൾ z-ന് പകരം 1 by z എന്ന് റീപ്ലേസ് ചെയ്താൽ 1 by f of 1 by z is 1 by z square plus 1 by 2 by z cube minus 1, which is same as 1 plus z square divided by z square whole divided by 2 minus z cube divided by z cube. We can cancel z square from here and here. So what remains is z times 1 plus z square divided by 2 minus z cube. So let's evaluate what is limit z tends to 0, 1 by f of 1 by z. So limit z tends to 0, 1 by f of 1 by z is limit z tends to 0. We have done this here. Z times 1 plus z square by 2 minus z cube. When we substitute z is equal to 0, we will get 0 here. ഇതും ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ്. സോ ഡയറക്റ്റ് നമുക്ക് z ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബിക്കോസ് ദ ഡിനോമിനേറ്റർ ഡസ് നോട്ട് വാനിഷ് അറ്റ് z ഈക്വൽ ടു 0. സോ വി ഹാവ് limit z tends to infinity, 2z cube minus 1 by z square plus 1 is equal to infinity.